നമസ്കാരം. ഇന്നത്തേതൊരു കമന്റ് റിപ്ലൈയിങ് വീഡിയോ എന്നോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വെളിപ്പെടുത്തൽ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുന്നൊന്നുമല്ല. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഒന്നുകൂടി പറഞ്ഞു പോകാമെന്ന് മാത്രം. അതിനൊരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കർണന്റെ കഥ പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് താഴെ ഈ കഥ ഏത് ഹിന്ദി സീരിയലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഏത് ഹിന്ദി സീരിയലിൽ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് സുഹൃത്ത് കമന്റ് ചെയ്തു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ കണ്ടന്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമെന്ന് കരുതി. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു സീരിയലും കണ്ടിട്ടല്ല നമ്മുടെ വീഡിയോ മാറ്റർ തയ്യാറാക്കുന്നത്. കുട്ടിക്കാലം മുതലേ നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായിട്ടുള്ള, ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥമായിട്ടുള്ള മഹാഭാരതം വായിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പകാലം മുതലേ തന്നെ ചിത്രകഥകളോട് കിട്ടിയ നുറുങ്ങ് കഥകൾ അത് വളരെ പരിമിതമാണ്. അതൊക്കെ ഒന്ന് മൂലകൃതിയിൽ നിന്ന് തന്നെ വായിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മൂലകൃതി സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. സംസ്കൃതം കഷ്ടിച്ച് കൂട്ടി വായിക്കാമെന്നല്ലാതെ അത് അർത്ഥപറിച്ച് വായിക്കാനുള്ള അറിവ് എനിക്കൊട്ടില്ലതാണ്. അങ്ങനെ ഉള്ള ഒരു അന്വേഷണത്തിൽ എന്താണ് പരിഹാരം എന്നുള്ള അന്വേഷണത്തിൽ ഭഗവാൻ തന്നെ പരിഹാരം മുന്നിലേക്ക് എത്തിച്ച് തന്നു എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ശ്രീമാൻ വിദ്വാൻ കെ പ്രകാശം മൂലകൃതിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥം, വ്യാസമഹാഭാരതം എന്നുള്ള ഗ്രന്ഥം എനിക്ക് കിട്ടുകയുണ്ടായി. ഇത് കണ്ടില്ലേ, 3 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ വോള്യമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതാണ് പുസ്തകം. ഈ ഒരു പുസ്തകം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ കണ്ടിട്ട് പ്രധാനമായിട്ട് തയ്യാറാക്കുന്നത്. ഇത് 1968 ആദ്യമായിട്ട് പ്രസിദ്ധീകൃതമായിട്ടൊരു പുസ്തകമാണ്. ഇത് എൻ്റെ സുഹൃത്ത് എനിക്ക് സമ്മാനമായിട്ട് തന്നാണ് ഒരു പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ശ്രീമാൻ വിദ്വാൻ കെ പ്രകാശം സാറ് തയ്യാറാക്കിയതുപോലെ ഇത്രയും സരളമായിട്ടുള്ള ഒരു പരിഭാഷ, അതും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന്, അങ്ങനെ ഒരു പരിഭാഷ മലയാളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യട്ടോ, മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരം. എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഈ മൂലകൃതിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പുസ്തകത്തിൽ നിന്നും വായിക്കുന്ന ഭാഗങ്ങൾ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഷാശൈലി, അത് എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഷാശൈലിയിലേക്ക് മാറ്റുന്നു എന്നല്ലാതെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഥാഘടനയിൽ എൻ്റെതായിട്ടുള്ളൊരു കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഒന്നും തന്നെ ചെയ്യാതെയാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ വായിക്കുന്ന ഭാഗങ്ങൾ ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാര്യം വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. സീരിയലുകളോ അല്ലെങ്കിൽ മറ്റു വീഡിയോകളോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരിക്കലും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടന്റ് തയ്യാറാക്കുന്നത്. ഒരേ ഒരു അടിസ്ഥാനം മാത്രം, മഹാഭാരതം, വ്യാസമഹാഭാരതം മലയാള പരിഭാഷ, അതും ശ്രീമാൻ വിദ്വാൻ കെ പ്രകാശം സാറ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും ഇനിയും ചാനലിൽ തുടരുക. തുടർന്നു വരുന്ന വീഡിയോകളിലും എന്നാൽ ആകുന്നതും മികച്ച രീതിയിൽ വീഡിയോകൾ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.